എൻ്റെ ഹെയറിൽ ഭയങ്കര ഇച്ചിങ്ങും അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര തലവേദന എടുക്കാൻ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കുറെ കാലമായി ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് കൂടുതലും ഷോർട്സ് ആണ് ചെയ്യല്, അതും വോയിസ് ഓവറിൽ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു ഓൺ വോയിസ് ലോങ് വീഡിയോ ചെയ്യാന്ന്. ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പ്രൊഡക്റ്റിന്റെ റിവ്യൂ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന ഏത് പ്രൊഡക്റ്റിന്റെ റിവ്യൂ ആണെന്ന് വെച്ചാൽ, ഈ പ്രൊഡക്റ്റിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആൽക്സ് ഗുഡ്നസിന്റെ റോസ്മേരി വാട്ടർ. ഇത് ഭയങ്കര വൈറലായ ഒരു പ്രൊഡക്റ്റാണ്. ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് എന്റെ എക്സ്പീരിയൻസ് ആണ്. ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് എന്ത് സൈഡ് എഫക്റ്റ് ഉണ്ടായിട്ടുണ്ടോ, എനിക്ക് ഇത് എഫക്റ്റീവ് ആയിട്ടുണ്ടോ എന്നുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ പാക്കേജിങ് നോക്കാം. ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയായിരിക്കും. ഭയങ്കര വൈറലായ ഒരു പ്രൊഡക്റ്റ് ആണിത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതെൻ്റെ രണ്ടാമത്തെ ബോട്ടിലാട്ടോ ഞാനത് യൂസ് ചെയ്യുന്നത്. ഇവിടെ പറയാൻ പോകുന്ന എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. ഒരാൾ പറയുന്നത് കേൾക്കാതെ നിങ്ങൾ വാങ്ങി യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കത് സൂട്ടബിൾ ആവുന്നുണ്ടോ, റിസൾട്ട് വരുന്നുണ്ടോ നിങ്ങൾ നോക്കാം. പിന്നെ എനിക്ക് ഇതിന്ന് ഒരു സൈഡ് എഫക്റ്റ് കാര്യമായിട്ടുണ്ടോ ഇല്ലയെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ ബോട്ടിൽ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നല്ലൊരു ഗുഡ് ക്വാളിറ്റി ഇത് പാക്കേജിങ് ആണ്. അപ്പോൾ ഇവിടെ ഒരു ഓഫ് ഓൺ തന്നെ പോലെ ഉണ്ട്. പിന്നെ ഇതിങ്ങനെ നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റും. സ്പ്രേ ചെയ്യാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 225 വാങ്ങിച്ചത് പർപ്പിൾ നിന്നാണ്. അപ്പോൾ ആമസോണിലൊക്കെ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ നോക്കിയിട്ട് വാങ്ങിക്കുക. ഇതിന് ഡൂപ്പ് പ്രൊഡക്റ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നോക്കിയിട്ട് വാങ്ങിയാൽ ബ്രാൻഡ് നോക്കിയിട്ട് വാങ്ങിക്കുക. ഇൻഗ്രീഡിയൻസ് ആയിട്ട് എന്താ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ റോസ്മേരി ലീവ്സ്, പിന്നെ വാട്ടർ, പിന്നെ റോസ്മേരി ഓയിൽ വരുന്നുണ്ട്, പിന്നെ പ്രിസർവേറ്റീവ്സും വരുന്നുണ്ട്. ഇതിൽ എടുത്ത് പറയേണ്ട ഒരു ഹൈലൈറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നോൺ ആൽക്കഹോളിക് ആണ്. ഈ വാട്ടറി ടോണറൊക്കെ അല്ലേ, അതിലൊക്കെ ആൽക്കഹോൾ ഉണ്ടാവും. അതിൻ്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്കാൽപ്പിലേക്ക് അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൽക്കഹോൾ ഒരു പ്രൊഡക്റ്റ് ആകുമ്പോൾ ഓൾറെഡി ഡ്രൈ ആയ സ്കാൽപ്പിലുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് യൂസ് ചെയ്യുമ്പോൾ ഡ്രൈ ആയിപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ 2 പ്രാവശ്യമാണ് യൂസ് ചെയ്യേണ്ടത്. ഇതിൽ പറയുന്നത് നമുക്ക് സ്കാൽപ്പിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് എയർ സ്റ്റൈൽ എത്തിയിട്ട് ഫോട്ടോ വെച്ച് നമുക്ക് പോവാം. പക്ഷെ ഞാൻ അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം ഇതിൽ ഓയിലും കൂടി ഉള്ളതിനെ കൊണ്ട് ബസ്സിലൊക്കെ പോകുന്നവരുണ്ട്. അപ്പോൾ പൊടി കയറിയിട്ട് അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കാൻ സാധ്യത. എനിക്കതിന് താല്പര്യമില്ല. ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ 2 പ്രാവശ്യം യൂസ് ചെയ്യും. മോർണിംഗ് യൂസ് ചെയ്ത് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ വാഷ് ചെയ്ത് കളയാണ് ചെയ്യുക. അതാണ് ഏറ്റവും ബെറ്റർ. വാങ്ങിയ ടൈമിൽ ഞാൻ ഇതെങ്ങനെ യൂസ് ചെയ്യാന്ന് വായിച്ചിട്ടില്ല. ആ ടൈമിൽ ഞാൻ എങ്ങനെ യൂസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡെയിലി തല നനയ്ക്കത്തില്ല, 1.5 തല നനയ്ക്കും. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നാളെ ഞാൻ വാഷ് ചെയ്യുള്ളൂ. അങ്ങനെ ഞാൻ ഒരാഴ്ച ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഹെയറിൽ ഭയങ്കര ഇച്ചിങ്ങും അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര തലവേദന എടുക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ അങ്ങനെ നിർത്തിയിട്ട് ഇതിൽ ഞാൻ എങ്ങനെ യൂസ് ചെയ്യുന്നത് ആഴ്ചയിൽ 2 പ്രാവശ്യം യൂസ് ചെയ്യാം. ഞാൻ 1 മണിക്കൂർ യൂസ് ചെയ്തിട്ട് വാഷ് ഔട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഇഷ്യൂസ് വന്നില്ല. അല്ലാതെ എനിക്ക് സൈഡ് എഫക്റ്റ് ഇല്ല. നമ്മൾ യൂസ് ചെയ്യുന്ന മിസ്റ്റേക്ക് കൊണ്ടും സൈഡ് എഫക്റ്റ് വരാൻ കാരണമുണ്ട്. അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് യൂസ് ചെയ്യാം. ഞാനിത് യൂസ് ചെയ്യാണ്ടായ കാരണം എന്താ വെച്ചാൽ ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ഒരു കാര്യം എയർ ലോസ്. 1 വർഷമായിട്ടാണ് എനിക്കിങ്ങനെ എയർ ലോസും ഡാൻഡ്രഫും വരാൻ തുടങ്ങിയത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഹെയർ കളറിങ് ആയിക്കോട്ടെ, സ്മൂത്തനിങ്, സ്ട്രൈറ്റനിങ് ഞാൻ പറഞ്ഞ് കുറേ എടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് പെട്ടെന്ന് എയർ ലോസും ഡാൻഡ്രഫും കൂടിയത്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് എനിക്ക് റിസൾട്ട് വരാൻ തുടങ്ങിയത്. എൻ്റെ എയർ ലോസും കുറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ എൻ്റെ ഡാൻഡ്രഫും കുറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഒരു എഫക്റ്റ് ഉണ്ടാവണമെന്നില്ല. ചില ആൾക്കാർക്ക് എഫക്റ്റ് ചെയ്യും, ചില ആൾക്ക് എഫക്റ്റ് ഉണ്ടാവില്ല. കാരണം എല്ലാവരുടെ ബോഡി ഒരുപോലെ അല്ല. കാരണം ഈ ഒരു പ്രൊഡക്റ്റ് എന്നല്ല, ഏത് പ്രൊഡക്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിലും ക്രീം ആയിക്കോട്ടെ, നമ്മൾ കഴിക്കുന്ന ഫുഡാണെങ്കിൽ റിയാക്ട് ചെയ്യുന്നത് സെയിം വേലല്ലല്ലോ, ഡിഫറെൻ്റ് ആയിട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. യൂസ് ചെയ്ത് നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ, ഓക്കെ ആണോ, നിങ്ങൾ യൂസ് ചെയ്തിട്ട് നോക്കാം കേട്ടോ. എൻ്റെ എക്സ്പീരിയൻസ് ആണിത്. വാങ്ങാൻ ഇഷ്ടമുള്ള ഒരു പർപ്പിളുണ്ട്, വാങ്ങി നോക്കാം. ലോക്കൽ സ്റ്റോറിൽ അവൈലബിൾ ആണോ എന്ന് ഞാൻ വാങ്ങിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ബ്രാൻഡ് നോക്കിയിട്ട് വാങ്ങാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.